മരിപ്പിനുള്ള അല്ലെങ്കിൽ മരണാനന്തരം നടക്കുന്ന അടിയന്തരമൊക്കെ നടത്തിയിട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടാണ് ആളുകൾ ഹജ്ജിന് പോവാറ്. അതിൻ്റെ ഓർമ്മയ്ക്ക് ഇന്നും ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം എന്തായാലും അബ്ദുള്ള മുസ്ലിയാർ കൂട്ടായി മഖ്ദൂമ് കൂടിയായ കൂട്ടായി അബ്ദുള്ള മുസ്ലിയാർ എല്ലാവരെയും ക്ഷണിച്ചു. എല്ലാവരും പരിപാടിക്ക് വന്നു. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തോട് ദുആ വസിയത്ത് ചെയ്തു. അങ്ങനെ ആ നാട്ടിലൊരാളുണ്ട്, ഈ കല്യാണത്തിലൊക്കെ വിളിക്കാതെയൊക്കെ വരുന്ന ഒരു ചൂട്ടുകാട്ടി മാമുട്ടി എന്ന് പറയും. ചൂട്ടുകാട്ടി മാമുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ പൊന്നാനിയിലൊക്കെ ഉള്ള കല്യാണങ്ങൾക്ക് രാത്രി ആയിരിക്കും പ്രധാനമായിട്ടും കല്യാണങ്ങൾ നടക്കുക. അപ്പോൾ ഈ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് ചൂട്ട് കത്തിച്ചിട്ട് പന്തം കത്തിച്ചിട്ട് മുന്നിൽ നടക്കുന്ന ഒരാൾ എല്ലാ പണിയും ചെയ്യുക, ടേബിളൊക്കെ തുടക്കുക, കസേരയൊക്കെ എടുത്തിടുക, ഈ പന്തലിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക, ഭക്ഷണം ഒക്കെ കൊണ്ടുവച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുമല്ലോ, ഒരല്പം ഒരു 10 കുറവുള്ള എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരാൾ ഒരു അന്തക്കടാണ്, ഒരു 90 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നാട്ടിൽ വലിയ വിലയൊന്നും ഇല്ലാത്ത ഒരാൾ. അപ്പോൾ ഈ മാമുട്ടിയും ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ഹജ്ജിന് പോവാണല്ലേ, ഇക്കുങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടോ. അപ്പോൾ ആയിക്കോട്ടെ എല്ലാവർക്കും കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് യാത്രയാക്കി. അങ്ങനെ കൂട്ടായി അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനും കാളിയൊക്കെ എല്ലാമാണ്, ആളുകൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരാളാണ്. മാസങ്ങൾ കഴിഞ്ഞ് കൂട്ടായി അബ്ദുള്ള മുസ്ലിയാർ ഹജ്ജിന് പോയ സമയത്ത് ഹജ്ജിന് അവിടുന്ന് ഒരു സ്വപ്നം കണ്ടു. കഅബ തവാഫ് ചെയ്ത് വിശുദ്ധ കഅബയുടെ മന്ദിരത്തിൽ തവാഫ് ചെയ്ത് വിശ്രമിക്കുന്ന സമയത്ത് ഒരു സ്വപ്നത്തിൽ ഒരാൾ അടുത്ത് വന്നു. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ സാക്ഷാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, അബ്ദുള്ള മുസ്ലിയാരെ വിളിച്ചിട്ട് കയ്യിലൊരു അറാഖുണ്ട്. അറാഖ് എന്ന് പറഞ്ഞാൽ ഈ അറേബ്യൻ നാടുകളിലുമൊക്കെ ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം, ഒരു കൊള്ളിയാണ്. ഇത് കൊടുത്തിട്ട് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന, അബ്ദുള്ള മുസ്ലിയാരുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നത്, ഒരുപാട് കിതാബിൻ്റെ പുസ്തകങ്ങൾ അറിവ് നേടിയിട്ടുണ്ട്, പക്ഷേ ആത്മീയമായിട്ടൊരു അറിവ് നേടാൻ ഒരു ഗുരുവിനെ എനിക്ക് ലഭിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രാർത്ഥന. തവാഫ് ചെയ്യുമ്പോഴും കഅബൻ്റെ പരിസരത്തും ഒക്കെ അബ്ദുള്ള മുസ്ലിയാർ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, എനിക്കൊരു ആത്മീയ ഗുരുവിനെ കാണിച്ചു തരണേ, ഈ ആത്മീയ ഗുരുവിൻ്റെ ശിഷ്യത്വം ഞാൻ സ്വീകരിച്ചോളാം. അങ്ങനെ കിടന്നുറങ്ങിയൊരു സമയത്താണ് പുന്നാര നബി വന്ന് കിനാവിൽ വന്നിട്ട് ഒരു അറാക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അബ്ദുള്ള ഈ അറാക്ക് നിന്നിൽ നിന്ന് ആരാണോ വാങ്ങുന്നത് അവനാണ് നിൻ്റെ ആത്മീയ ഗുരു. അങ്ങനെ അബ്ദുള്ള മുസ്ലിയാർ നാട്ടിൽ വന്നു. എല്ലാവരും അദ്ദേഹത്തിനെ കാണാൻ വന്നു. അങ്ങനെ വന്നവർക്കൊക്കെ ഈന്തപ്പഴങ്ങളും സംസം വെള്ളവും എല്ലാം കൊടുത്തു. അപ്പോൾ അതേപോലെ നമ്മുടെ ചൂട്ടുകാട്ടി മാമുട്ടിയും ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞിട്ട് ഉസ്താദെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വന്നു. അബ്ദുള്ള മുസ്ലിയാർക്കൊരു വല്ലാത്ത ഈ ചൂട്ടുകാട്ടി മാമുട്ടി അത്ര ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ഒന്നും അല്ലല്ലോ. എന്താ മാമുട്ടിയെ അവിടെ ഈത്തപ്പഴം അതേപോലെ വെള്ളമൊക്കെ സംസം വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ കിട്ടിയില്ലേ? കിട്ടി. പിന്നിട്ടും ചൂട്ടുകാട്ടി മാമുട്ടി പോണില്ല. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, അല്ല എന്താ ഈ പോവാത്ത? അല്ല എക്ക് വേറെ ഒന്നും ഇല്ലേന്ന്. എനിക്ക് എന്താ എല്ലാവർക്കും ഉള്ളത് ഇപ്പോൾ എനിക്കും തന്നിട്ടുണ്ടല്ലോ, ഈത്തപ്പഴം തന്നു, സംസം വെള്ളം തന്നു, ഇനി എന്താ? അതോടുകൂടി ചൂട്ടുകാട്ടി മാമുട്ടിയുടെ മുഖഭാവം കൊണ്ട് മാറി. അദ്ദേഹം ചോദിച്ചു, എനിക്ക് തരാനിപ്പോൾ ചറാക്ക് എവിടെയെന്ന് ചോദിച്ചു. അബ്ദുള്ള മുസ്ലിയാർ ആകെ ഞെട്ടിപ്പോയി, കണ്ണ് തുറിച്ചുപോയി. പടച്ച റബ്ബേ, എന്താണ് കിനാവിൽ കണ്ടത്? ഈ അറാക്കിൻ്റെ കഷ്ണം ആരാണോ വാങ്ങുന്നത് അവനാണ് നിന്റെ ആത്മീയ ഗുരുവെന്ന്. അങ്ങനെയാണെങ്കിൽ ചൂട്ടുകാട്ടി മാമുട്ടി എന്ന ആളുകൾക്ക് ഒരു വിലയുമില്ലാത്ത, ആളുകളുടെ മുന്നിൽ വളരെ നിസ്സാരണക്കാരനായ ഇദ്ദേഹമാണോ ആത്മീയ ഗുരു? ഈ ഒരു ഉള്ളിലൊരു വല്ലാത്തൊരു ആന്തലുണ്ടായി. ഉടൻ തന്നെ മാമുട്ടി ചൂട്ടുകാട്ടി മാമുട്ടി എന്താ അനക്കിന്നം കണ്ട് ആത്മീയ ഗുരുവായിട്ട് വിശ്വസിക്കാൻ ലേശം പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം കാൽക്കൽ കൊണ്ട് പറഞ്ഞ് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയും. എന്നാൽ നാളെ പൊന്നാനി അങ്ങാടിയിൽ പോയിട്ട് ചൂട്ട് കാട്ടിയിട്ട് ചൂട്ട് കത്തിച്ചിട്ട് പകലിൽ വിളിച്ചു പറയാൻ പറ്റുമോ, ചൂട്ടുകാട്ടി മാമുട്ടി ഒരു ഷെയ്ഖാണ്, ആത്മീയ ഗുരുവാണെന്ന് വിളിച്ചു പറയാൻ ചങ്കൂറ്റമുണ്ടോ എന്ന് ചോദിച്ചു. അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു, എനിക്ക് എൻ്റെ ആത്മീയ ഗുരുവിനെ കിട്ടി, ഞാനങ്ങനെ ചെയ്തോളാം. ഏതായാലും സൂഫികൾ എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ മറഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അന്ന് രാത്രി ചൂട്ടുകാട്ടി മാമുട്ടി ഇഹലോകവാസം വെടിഞ്ഞു, അള്ളാഹുവിലേക്ക് യാത്രയായി എന്നാണ്. പിറ്റേ ദിവസം അബ്ദുള്ള മുസ്ലിയാർ പൊന്നാനിയിൽ അങ്ങാടിയിൽ ചൂട്ട് കത്തിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞത്രേ, ചൂട്ടുകാട്ടി മാമുട്ടി ആത്മീയ ഗുരുവിൻ്റെ ഉന്നതിയിലുള്ള ഒരു ഗുരുവാണെന്ന്. നാം ഒരാളെയും പുറമേയുള്ള കാഴ്ചകൾ കണ്ട് വിലയിരുത്തരുത്. ഈശ്വരനാണ്, അള്ളാഹുവാണ് നമ്മുടെ അകം കാണുന്നത്, നമ്മുടെ മനസ്സാണ്. മനുഷ്യർ കാണുക എന്ന് വെച്ചാൽ പ്രവർത്തനങ്ങളാണ്. ഒരാളെ കണ്ടിട്ട് ഓനൊരു അന്തക്കടാണ്, പൊട്ടനാണ്, അല്ലെങ്കിൽ മോശക്കാരനാണെന്നൊരു ധാരണ അത് വേണ്ട. ആളുകളുടെ പെരുമാറ്റം കണ്ടിട്ട് അല്ലെങ്കിൽ ആളുകളുടെ രൂപവും ഭാവവും കണ്ടിട്ടല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. ഈശ്വരൻ്റെ അടുത്ത്
ഏറ്റവും വലിയ സ്ഥാനം അവൻ്റെ ഭക്തിക്കാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ അവൻ്റെ വേഷത്തിനോ അതിൽ അവൻ്റെ പച്ചവസ്ത്രത്തിനോ അവൻ്റെ നീണ്ട താടിയിലോ അവൻ്റെ വെള്ളവസ്ത്രങ്ങൾക്കോ അല്ലെങ്കിൽ അവൻ്റെ ആരാധനയുടെ പൊങ്ങച്ചങ്ങൾക്കൊന്നുമല്ല. മനസ്സാണ്. ചൂട്ടുകാട്ടി മാമുട്ടിയുടെ ഈ കഥ ഇത് ഉള്ള കഥയാണ്, ഉണ്ടായ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മളോട് വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട്, ആരെയും നമ്മൾ അവഗണിക്കരുത്. സൂഫിസത്തിൻ്റെ ആത്മീയതയുടെ വാതായനങ്ങൾ ആർക്ക് മുന്നിലും അള്ളാഹു തുറന്നു കൊടുക്കും. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അത്തരമൊരു വലിയ പാഠം തന്നെയാണ്. ഇന്നത്തെ സൂഫി കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു.